ഖാദർക്ക് ആള് മോശമില്ലല്ലോ. ഖാദർക്കാക്ക് 4 കുട്ടികളുണ്ട്, ഭാര്യ എന്നിട്ട് ഡിവോഴ്സ് ആക്കിയിക്കില്ല. എന്നിട്ട് നമ്മളെ ആപ്പിലുണ്ടല്ലോ ഒരു പെൺകുട്ടിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഞാൻ കല്യാണം ഒക്കെ ഡിവോഴ്സ് ആക്കിയതാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് ഓല് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. മൂപ്പർ അറിയുന്നില്ലല്ലോ, മൂപ്പറെ നമ്പറും മൂപ്പർ ആർക്കെല്ലാം റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു നമുക്ക് അഡ്മിന്മാർക്ക് കാണാൻ പറ്റുമെന്നുള്ള. അതായത് ബ്രോക്കർ ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മളെ മാട്രിമോണി ആപ്പിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കാര്യങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണം നോക്കുന്ന ആളുകളുടെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും രജിസ്റ്റർ ചെയ്യേണ്ട നമ്പറിലോട്ട് റിക്വസ്റ്റ് അയച്ചാൽ കൊല നമ്പർ കിട്ടും. അങ്ങനെ ഒരു സംഭവമാണ്, ഡയറക്റ്റ് ആയിരിക്കും നമ്പർ കിട്ടുകയല്ല. അപ്പോൾ ഈ റിക്വസ്റ്റ് അയച്ചതിലുള്ള ഒരാളാണ് ഖാദർ എന്ന് പറയുന്നത്. ഇതേപോലെ കുറച്ച് ആൾക്കാരുണ്ട് ഫേക്കായിട്ടൊക്കെ ഇതിൽ ഐഡിയ ഉണ്ടാക്കി. നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ നിങ്ങളൊരാൾക്ക് റിക്വസ്റ്റ് അയക്കുമ്പോൾ നിങ്ങളെ വയസ്സും നിങ്ങളെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ടാണ് ഓരോ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ വയസ്സൊക്കെ കറക്റ്റ് അടിക്കണം. ആരോ 17 വയസ്സ് എന്നൊക്കെ അടിച്ച കണ്ടിക്ക്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അടിച്ച് പോകുമ്പോൾ 17 വയസ്സ് 16 വയസ്സ് എന്നൊക്കെയാണ് കാണിക്കുക. നിങ്ങളെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അടിച്ചാലാണ് നിങ്ങൾക്ക് ഈ തമാശക്കോ അല്ലെങ്കിൽ ഫ്ലേട്ടിങ്ങിന് വേണ്ടിയോ നമ്മളെ ആപ്പിൽ ആരും വരണ്ട. ഞാൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അതായത് എനിക്കിത് ഡിലീറ്റ് ചെയ്യാനും നമുക്കിതിൽ ഡിലീറ്റ് ചെയ്യാനും ഇവരുടെ പ്രവർത്തനം നോക്കാനൊക്കെ പറ്റൂ. ജെനുവിനായിട്ടുള്ള ആൾക്കാരെയാണ് നമുക്കിതിൽ വേണ്ടുള്ളൂ. കല്യാണം നോക്കുന്ന ജെനുവിനായിട്ടുള്ള ആൾക്കാർ, അതും നമ്മളിപ്പോൾ ഒരു ഏജ് കാറ്റഗറി വരെ വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ ഡിവോഴ്സ് ആയ ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് ഉണ്ടാവുള്ളൂ. ഡിവോഴ്സ് ആയ ആൾക്കാരുടെ ഡീറ്റെയിൽസും പിന്നെ ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും മാത്രമേ നമ്മുടെ ആപ്പിലുള്ളൂ. കാരണം ആദ്യ വിവാഹത്തിൻ്റെ ക്ലയൻസ് നമുക്ക് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഡിവോഴ്സിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ അതേപോലെ 50 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരുണ്ടല്ലോ, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ കല്യാണം നോക്കുന്നവർക്ക് നമ്മളെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറെ നമ്മളെ ആപ്പ് വഴി കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഭിന്നശേഷിയുള്ള ആൾക്ക് ഡിഫറെൻറ്റ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ടാബ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഭിന്നശേഷീൻ്റെ വീഡിയോസും കാണാം. ആ വീഡിയോസ് ഇപ്പോൾ 22-23 വയസ്സുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്ക് റിക്വസ്റ്റ് അയച്ചാൽ അവരെ നമ്പർ കിട്ടും. അങ്ങനെ കല്യാണങ്ങൾ നോക്കാം. അപ്പോൾ ഫേക്കായിട്ട് ഐഡിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളെ ആർക്കൊക്കെ റിക്വസ്റ്റ് അയച്ച് ആരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ തിരിയും. നിർദ്ദാക്ഷം അത് ഡിലീറ്റ് ചെയ്യും. കൂടുതൽ ഇടങ്ങാറാക്കാന്ന് നമ്പർ ഞാൻ പബ്ലിക്കായിട്ട് ഇടുകയും ചെയ്യും. കാരണം നിങ്ങൾ OTP ഒക്കെ അടിച്ച് നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. നല്ല ആൾക്കാരെ നമുക്ക് വേണ്ടുള്ളൂ. വേറെ ഉദ്ദേശം വെച്ചിട്ട് ഈ ആപ്പ് സാധാരണ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ പണി കിട്ടുക. അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ആപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇത് നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയൊരു പാർട്ണറെ ഈ ആപ്പ് വഴി നമുക്ക് കണ്ടെത്താം.